അങ്ങനെ ഏകദേശം ഒരു വർഷക്കാലമായപ്പോൾ ഞങ്ങൾ വീട് പണി പൂർത്തിയായി. ഞങ്ങൾ ഫാമിലിയിലുള്ള എല്ലാവരെയും വിളിച്ച് നല്ലൊരു ദിവസം നോക്കിയിട്ട് പുതിയ വീടിൻ്റെ പാല് കാച്ചിലും പ്രാർത്ഥനകളും പിന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പുതിയ വീട്ടിലോട്ട് താമസം മാറി. കറണ്ടൊന്നും വീട്ടിലായിട്ടുണ്ടായിരുന്നില്ല. മെഴുകുതിരിയൊക്കെ കത്തിച്ചാണ് ഇത്താത്തമാർ പഠിക്കാറ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉപ്പ വീണ്ടും വിമാനം കയറി. ഞങ്ങൾക്ക് പുതിയ വീടിൻ്റെ അടുത്ത് ഒരുപാട് അയൽവാസികൾ ഉണ്ടായിരുന്നു. ഇത്താത്തമാർ രാവിലെ സ്കൂളിൽ പോയാൽ ഞാൻ അയൽപക്കത്ത് ഓരോ വീട്ടിലേക്കും പോകും. അംഗനവാടിയിൽ 1 മാസത്തെ വെക്കേഷനും ആയിരുന്നു. അയൽപക്കത്തെ വീട്ടിലുള്ളവർക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരോടൊക്കെ ഞാൻ ഓരോ കഥകളൊക്കെ പറഞ്ഞ് സംസാരിച്ചിങ്ങനെ ഇരിക്കും. അവിടുത്തെ ഒരു വീട്ടിൽ TV ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരുടെ കൂടെ TV കാണാനൊക്കെ തുടങ്ങി. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ക്രിസ്ത്യൻ ഫാമിലി ഉണ്ടായിരുന്നു. ഞാൻ അവിടേക്കും പോകാൻ തുടങ്ങി. ആ വീട്ടിൽ 3 ചേച്ചിമാരുണ്ട്. എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർക്ക് എന്നെയും ആ ചേച്ചിമാർ എനിക്ക് ഫുഡൊക്കെ തന്ന് എനിക്ക് ഡ്രസ്സൊക്കെ അണിയിച്ച് ഇങ്ങനെ ഒരുക്കും. അവരെങ്ങോട്ട് പോയാലും അവർ വണ്ടിയിൽ എന്നെ കൊണ്ടുപോകാറുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് ഉമ്മ എന്നെ വന്ന് അവിടുന്ന് കൊണ്ടുപോകാറ്. രാത്രി വീട്ടിൽ നിന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ ആ ചേച്ചിമാരെ കൂടി ഉമ്മാനോടും തെത്തന്മാരോടൊക്കെ പറയാറുണ്ടായിരുന്നു. രാത്രിയിലൊക്കെ ഉപ്പ ഞങ്ങൾക്ക് ഫോണിൽ വിളിക്കാറുണ്ട്. ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഉപ്പാനോട് ഇങ്ങനെ സംസാരിച്ചിരിക്കും. എല്ലാവരും എന്നെ സ്കൂളിൽ ചേർക്കാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് എന്നെ സ്കൂളിൽ ചേർക്കുകയാണ്. സ്കൂളിൽ പോകാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും ഞാൻ സന്തോഷത്തോടെ തന്നെ സ്കൂളിൽ പോകും. അവിടെ എനിക്ക് ഒരുപാട് കൂട്ടുകാരൊക്കെ ആയിട്ടോ. അങ്ങനെ സ്കൂളിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത്.